ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിത് ഈ ഒരു സാരി കൊണ്ടൊരു ന്യൂ സ്റ്റൈൽ ടൈപ്പുള്ളൊരു കുർത്തിയാട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ എന്താ വെച്ചാൽ ഈ ഒരു മഞ്ഞ ബോർഡർ വന്നുകൊണ്ട് അമ്മയ്ക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് കിട്ടിയ സാരിയാണിത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അല്ല, നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ സാരിയുടെ ബോർഡറൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ വോയിസ് ഒക്കെ ചെയ്ത് വെച്ചതായിരുന്നു, പക്ഷേങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുത്തിയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മുന്താണി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മുന്താണിയുടെ ആ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ അടുത്ത് ഒരു സ്ക്വയർ രൂപത്തിലൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു മുന്താണി കട്ട് ചെയ്തെടുക്കണം. പിന്നീട് സാരി നമ്മളുടെ ലെങ്ത്തിനനുസരിച്ച് 2 ഫോൾഡാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. എനിക്ക് 45 ഇഞ്ച് ഇറക്കത്തിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 46 അല്ലെങ്കിൽ 47 ഇതിലിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. 2 ഫോൾഡാക്കുന്നുണ്ട് 47 ഇഞ്ചിൽ. അതിനുശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സാരിയുടെ മുന്താണി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു 47 ഇഞ്ചിൽ ഇങ്ങനെ സാരി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പാൻറ്റും ഈ ഒരു സാരിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാരിയുടെ മുന്താണി എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു സ്ക്വയർ രൂപത്തിലൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേപ്പറിൽ ഞാൻ കട്ട് ചെയ്തത് 14 ഇഞ്ച് ഇറക്കമാണ്. പക്ഷേങ്കിൽ അത്രയും വേണ്ട, 12 ഇഞ്ചിലാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട്, അതായത് ഒരു 13-13.5 ഇഞ്ച് നീളം മതിയാവും. വീതി എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലൊരു പേപ്പറിൽ ഞാൻ 12 ഇഞ്ച് നീളത്തിലും 7.5 ഇഞ്ച് വീതിയിലും ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് മുന്താണികളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലൊരു പീസ്. അപ്പോൾ പുറത്തു കൂടിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അതായത് നിങ്ങൾക്ക് കാണുന്നുണ്ട് 1/2 ഇഞ്ച് പുറത്തുകൂടി ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. ഇതിൽ കാണിക്കുന്നത് 14 ഇഞ്ചിലാണ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത്. പക്ഷെ അത്രയും വേണ്ട, ഞാൻ പിന്നീട് വെട്ടിക്കുറച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 7.5 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. നീളം എന്ന് പറയുന്നത് 12 ഇഞ്ച് മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് മുന്താണിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ, അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതാണ് ഫ്രണ്ടിലത്തെ പീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിലൂടെ മടക്കിയിട്ട് ഇതുപോലെ ഒരു വെട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലൊന്ന് കറക്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ സെൻറ്റർ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 7.5 പക്ഷേ നമ്മളതിലും കുറച്ചുകൂടി അധികമായിട്ട് 2 സൈഡിൽ മടക്കി അടിക്കാൻ തക്കോണം 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഫ്രണ്ടിലത്തെ പീസിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 7.5 ഇഞ്ചിൽ, അതായത് 12 ഇഞ്ചിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. 12 ഇഞ്ചിൽ, അതായത് 12 എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ട്, അതായത് 13 ഇഞ്ചാണ് ടോട്ടൽ എടുക്കേണ്ടത്. 1 ഇഞ്ച് നമ്മൾ തുന്നാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ 12 ഇഞ്ചിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് വിട്ട് മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ട് ടോട്ടൽ 13. എന്നിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ 7.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ 7.5 ഇഞ്ചിലാണ് 7.5 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. വരയിലൂടെയൊക്കെ നമുക്ക് ഇനി ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്നത് പോലെ, അതായത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആ പ്ലീറ്റ്സിൻ്റെ വിടുത്താണ് നമ്മൾ 7.5 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയാണുള്ളത്. ഇനി നമുക്കിത് പ്ലീറ്റ്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് 7.5 ഇഞ്ച്. അതായത് 12 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. നമ്മൾ 12 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ 7.5 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഇനി മുകളിലേക്ക് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് നെക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മുകളിൽ നമുക്ക് ഓർഡർ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒതുക്കി പിടിച്ചിട്ട് വെറുതെ അങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മുകളിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2-3 എടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ തുണി ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല നെക്കൊന്നും വരയാനായിട്ട്. അപ്പോൾ 7.5 ഇഞ്ചിൽ തന്നെ മുകളിലും പ്ലീറ്റ്സ് വരണം. പക്ഷേ ഒരു ഓർഡറൊന്നും വേണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഒതുക്കി പിടിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2-3 എടുത്ത് സ്റ്റിച്ചിട്ട് കൊടുത്താലേ നമുക്ക്
നെക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മുന്താണിയുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീളം പറഞ്ഞിട്ടുണ്ട്. നീളം എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെക്കുക. മുകളിൽ ഇതുപോലെ 2 സൈഡും മടക്കി കൊടുത്തിട്ട്, അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 ഇഞ്ച്, 2 സൈഡും മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അടിഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ അറ്റത്തുകൂടെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ 14 ഇഞ്ച് എടുത്തുകൊണ്ട് ഞാൻ പിന്നീട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് 13 ഇഞ്ചാണ് ടോട്ടലായിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മളുടെ കയ്യിലുള്ള നെക്കുള്ളൊരു ചുരിദാർ വെച്ചിട്ട് നമുക്കിതിൻ്റെ കഴുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഈ ഒരു പോയിൻറ്റും നെക്കിൻ്റെ മുകളിലത്തെ പോയിൻറ്റും താഴത്തെ പോയിൻറ്റും ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഓപ്പൺ കൂടി ഇടാനുണ്ട് കേട്ടോ. അതിന് മുന്നേ നമുക്കിതുപോലെ ഷോൾഡറും ആം ഹോളും ഒന്ന് മാർക്ക് ചെയ്തിട്ട് എൽ ഷേപ്പിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1.5 ഇഞ്ച് വിട്ടിൽ, 1.5 അല്ല 1 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നെക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1.5 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ ഫ്രണ്ടിലത്തെ കൈക്കുഴി എന്ന് പറയുന്നത് 1 ഇഞ്ചിലാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു മുന്നിൽ ഒരു സ്ലിറ്റ് വേണം കഴുത്തിൻ്റെ സെൻറ്ററിലായിട്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്നത് ഇതുപോലെ 2.5 ഇഞ്ചിൽ ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ പീസ് ഇതുപോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. ബാക്കിലത്തെ പീസ് ഇതുപോലെയാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ആം ഹോളും ഷോൾഡർ പോയിൻറ്റും മാർക്ക് ചെയ്തിട്ട് എൽ ഷേപ്പിൽ ജോയിൻറ്റ് ചെയ്തിട്ട് 1.5 ഇഞ്ചിലാണ് നമ്മൾ ബാക്കിലത്തെ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. ഇതിൽ ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ 2 ഇഞ്ചിൻ്റെ ആവശ്യമില്ല, 1.5 ഇഞ്ച് മതിയാവും. പിന്നീട് ഞാൻ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് മതി. നെക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 1.5 ഇഞ്ച് ബാക്കിലത്തെ കൈക്കുഴിക്ക് വേണ്ടതുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ ലൈനിങ്ങിൻ്റെ പീസ് ഇതുപോലെ ഫ്രണ്ടിലത്തെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ നെക്കിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ലൈനിങ്ങിലും സെയിം മാർക്കിങ് വന്ന് കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് ഇനിയും അളവെടുത്ത് വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിൽ നല്ല പീസിൻ്റെ മുകളിൽ ഈ ഒരു ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല വശം മുകളിലോട്ടാക്കി വെച്ചിട്ട് ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അറിയാമായിരിക്കും വി ഷേപ്പ് രൂപത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നമ്മളൊരു ഓപ്പൺ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് പതിച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് വെട്ടിട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴോട്ടേക്കുള്ള ഈ ഒരു ഓപ്പണ് കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ത്രെഡിൻ്റെ അടുത്തൂടെ ആവാതെ, അങ്ങനെ ആവുമ്പോൾ പിന്നിപ്പോവും. അപ്പോൾ നല്ല കറക്റ്റ് രീതിക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് സെൻറ്ററിലൂടെ, സ്റ്റിച്ചിൻ്റെ കറക്റ്റ് സെൻറ്ററിലൂടെ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാക്കിലത്തെ നെക്ക് നമ്മൾ കുറച്ചൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നെക്ക് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ട, ജസ്റ്റ് ഓപ്പൺ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ചൊന്നൊരു 3.5 ഇഞ്ചിൽ ഞാനിതൊന്ന് നെക്ക് താത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കിലത്തെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലത്തെ പീസും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പതിച്ചടിക്കുന്നതിന് മുന്നേ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം.
അപ്പോൾ ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാനിത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലത്തെ നെക്കും പതിച്ചടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ബാക്കിൽ എത്ര ഇറക്കണം എന്ന് വെച്ചാൽ, എത്ര ഇറക്കം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി ചെയ്യാനുള്ളത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒരു പീസ് കൈക്ക് വെച്ചടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് കൈയുടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ വെട്ടിട്ട് കൊടുത്തിട്ട് ഇത് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കൈയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് സൈഡ് കൂടി കൂട്ടി അടിഭാഗം കൂടി അടിച്ചു കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലൊരു ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കൈയുടെ ഒക്കെ പീസ് കട്ട് ചെയ്യുന്നൊക്കെ വെറുതെ വീണ്ടും വീണ്ടും എടുക്കാത്തത് കൊണ്ടാണ്. കാരണം നമ്മളെല്ലാ വീഡിയോയിലും അങ്ങനെ കട്ട് ചെയ്യുന്നതും എല്ലാം കാണിക്കലുണ്ട്. വെറുതെ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ബാക്കി വന്ന പീസ് ഇതുപോലെ സെൻറ്ററിലൂടെ മടക്കിയിട്ട്, അപ്പോൾ ഞാൻ ഇതിൽ കാണുന്നുണ്ടാവും ഞാൻ മുകൾ ഭാഗത്ത് ഇതുപോലെ അരയ്ക്ക് വേണ്ട ഭാഗം മടക്കി വെച്ചിട്ട് ബാക്കി ഇതുപോലെ തന്നെ നമ്മളുടെ പാൻറ് വെച്ചിട്ട് ഞാൻ അളവൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലെ വെച്ച് വരച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു പാൻറ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റ് അറിയില്ലെങ്കിൽ നമ്മൾ പാൻറ്റിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.